നമ്മുടെ കുട്ടികളുടെ ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഉണ്ടായിത്തീരാൻ കുട്ടികൾക്ക് ആരോഗ്യമുള്ളൊരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുമെന്നും അവരുടെ ബുദ്ധിവികാസത്തിനും വളർച്ചയ്ക്കും ഭക്ഷണത്തിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ അനിയന്മാരോടും അനിയത്തിമാരോടും ഭക്ഷണ രീതികളും ഭക്ഷണക്രമങ്ങളും പറഞ്ഞു കൊടുക്കുക. ആദ്യമായിട്ട് കുടിവെള്ളത്തിന്റെ ശുദ്ധമായ കുടിവെള്ളം കുടിക്കാൻ, ദാഹിക്കുമ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ മാക്സിമം ഒഴിവാക്കാൻ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരിക്കലും വെള്ളത്തിന്റെ കുറവുകൊണ്ട് ഒരു കുട്ടി പോലും നിർജ്ജലീകരണം വരരുത്. ശുദ്ധമായ വെള്ളം കുടിക്കാൻ, കൃത്യസമയത്ത് കുടിക്കാൻ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. രണ്ടാമതായിട്ട് കൃത്യസമയത്ത് ഭക്ഷണം മതി. ആരോഗ്യമുള്ള ഭക്ഷണം അത് കൃത്യസമയത്ത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ശരീരത്തിന് വേണമെന്ന് ചിട്ടയായിട്ട് കഴിക്കാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പ്രഭാത ഭക്ഷണം എന്ത് കാരണവശാലും ഒഴിവാക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ അത് കുട്ടികളെ ശീലമാക്കുക. കുട്ടികൾക്ക് പ്രധാനമായിട്ടും അവരുടെ എല്ലുകൾക്ക് ബലം വരാനും പല്ലിന്റെ വളർച്ചയ്ക്കും കാൽസ്യത്തിന്റെയും വൈറ്റമിൻ ഡിയുടെ ആവശ്യമുണ്ട്. സൂര്യപ്രകാശം അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് ലഭിക്കത്തക്ക രീതിയിൽ വെയിൽ കൊള്ളാൻ അവരെ പഠിപ്പിക്കുക. അതിനോടൊപ്പം തന്നെ പാല്, തൈര്, ഇവയെല്ലാം, ചീസ്, പനീർ, ഇതിലെല്ലാം കാൽസ്യവും വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ടെന്നും അത് കുട്ടികൾക്ക് കൃത്യമായിട്ട് അവരുടെ പ്രായത്തിനനുസരിച്ച് അമിതമാകരുത്, അമിതവണ്ണത്തിലേക്ക് പോവുകയും ചെയ്ത് കൊടുക്കാതെ ഇരുന്ന് പോഷകാഹാരത്തിന്റെ കുറവും ഉണ്ടാകരുതെന്ന് അവരെ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള കൊഴുപ്പുകൾ കഴിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കൊഴുപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഊർജ്ജവും കറക്റ്റായിട്ട് വൈറ്റമിൻസ് ശരീരത്തിന് ആഗിരണം വരാനും ബുദ്ധിവികാസത്തിനും തലച്ചോറിന്റെ വളർച്ചയ്ക്കും ഇത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ളത് നെയ്യ്, വെളിച്ചെണ്ണ, ഒമേഗ 3 ഫാറ്റി ആസിഡ് തുടങ്ങിയവയിലൊക്കെ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്നും ആരോഗ്യമുള്ള കൊഴുപ്പുകൾ, കൃത്രിമമായിട്ടുള്ള കൊഴുപ്പുകളല്ല, അതിനെക്കുറിച്ച് പഠനങ്ങൾ നമ്മളും നിങ്ങളും പഠിച്ചിട്ട് കുട്ടികൾക്ക് കൃത്യമായിട്ടത് കൊടുക്കാൻ ശീലിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ നമ്മുടെ പേശികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക. അതിന് ചിക്കന്, മുട്ടയെ ആഴ്ചയിൽ 2 ദിവസം ബിരിയാണി മുട്ട വെച്ചോ ഇറച്ചി വെച്ചോ ശീലമാക്കി കൊടുക്കുക. അതുപോലെ ചെറിയ മീനുകൾ, പിന്നെ ഈ പറയുന്ന പയർ വർഗ്ഗങ്ങളിൽ രാജ്മ, ചെറുപയർ, പരിപ്പ്, ഇവയിലെല്ലാം തന്നെ പ്രോട്ടീൻ സമ്പുഷ്ടമാണ്. അതുപോലെ തന്നെ ധാതുക്കളും ഈ ഫൈബറും അത് കുട്ടികളുടെ ദഹനത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും നല്ലതാണ്. ഈ ഇലക്കറികളിൽ ഏറ്റവും നല്ലത്, കുട്ടികൾ ഇലക്കറികൾ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ അതിൻ്റെ ഗുണമേന്മയെക്കുറിച്ചും അത് ടേസ്റ്റി ആയിട്ട് വെച്ചു കൊടുത്തും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം ഈ ഇലക്കറികൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് ഫൈബർ, നാരുകൾ ഉണ്ടായാൽ മാത്രമേ ദഹനം സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ചീര, മുരിങ്ങയില, തകര, ഇങ്ങനെയുള്ള നമ്മുടെ നാടൻ ഇലകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അതുപോലെ കോവലിൻ്റെ ഇല, ചേമ്പുംതാളം, ചേനത്തണ്ട, വാഴത്തണ്ട്, ഇത് വെച്ച് നമുക്ക് കുട്ടികളായതുകൊണ്ട് കട്ട്ലറ്റും ഒക്കെ വെച്ചു കൊടുത്ത് ഇതിനോട് അവർക്ക് താല്പര്യം കൊടുക്കുക. ഇത് നിങ്ങൾ നിങ്ങളുടെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു കുട്ടി പോലും അമിതവണ്ണത്തിലേക്ക് പോകരുത്. അത് നമ്മുടെ പഠിത്തത്തെ അത് ബാധിക്കും. അങ്ങനെ വന്നാലും ചിട്ടയായ ആരോഗ്യവും എക്സസൈസിലൂടെ നമ്മളത് കുറച്ചെടുക്കാവുന്ന, യോഗയിലൂടെയും കുറച്ചെടുക്കാവുന്ന നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറയുക.